ഈ കാലം വരെ ആയിട്ട് ആരും കൊടുക്കാത്തതാണ് ഇപ്പൊ ജലീൽ നമ്മളെ UDF പിന്നെ മെമ്പറായത് അംഗവൈകല്യമുള്ളവർക്ക് വീൽ ചെയർ ബാലവാടി ഫലവൃക്ഷത്തോട്ടം ജലീല് വാർഡ് മെമ്പറായത് ഇപ്പം നല്ല കണ്ടീഷനായി കാറുണ്ട്. മനുഷ്യന്മാർക്ക് തന്നെ നടന്നു പോകാൻ പറ്റാത്തുള്ള ഒരു വഴിയായിരുന്നു ജലീൽ സാഹിബിന്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം. അപ്പൊ ഇതിനെല്ലാം ഒരു തുടർച്ച വേണം. ജലീലിന്റെ തുടർച്ചക്കാരിയായിട്ടാണ് ആര് വരുന്നത്? ആയിഷ വരുന്നത്. ഇതിലും വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്നു. 21-ാം വാർഡിൽ ഇത്തവണ ജനവിധി നേടുന്നത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആയിഷ സൈദാണ്. ആദ്യത്തെ പ്രസംഗം തന്നെ കണ്ടില്ല, എന്താ നല്ല രീതിയിലുള്ള പ്രസംഗം. പെണ്ണുങ്ങളുടെ വാർഡാണെങ്കിൽ ചിലപ്പോൾ ഒരു നൈപുണ്യമുള്ള ആളുകളായിരിക്കില്ല. ആരെങ്കിലും പിടിച്ചു നിൽപ്പിക്കലാന്നല്ല, ഇവിടെ ഒരു അഡ്വക്കേറ്റ് ആണ്. പലയിടത്തും പല രീതിയിൽ കിട്ടേണ്ട ഫണ്ടുകൾ സംസാരിക്കാൻ കഴിയുള്ള നമ്മളെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു നമ്മൾ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന മെമ്പറെ കാട്ടും ഇവർക്ക് സാധിക്കുന്നു. നമ്മുടെ നാടിന് വേണ്ടി വാദിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഈ മെമ്പർ ഉണ്ടായിരിക്കും എന്നുള്ളൊരു അവസരം കൊടുത്താൽ. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ വേണം. ഒരു ജലീൽ മെമ്പറെ പോലെ തന്നെ എല്ലാവരുടെ വിഷയങ്ങളിലും വളരെ സന്തോഷത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത ഞാൻ അവരിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ വാർഡിൽ വീണ്ടും ഒരു വികസനത്തിന്റെ മുന്നേറ്റം കൈവരിക്കാൻ വളരെ ക്യാപ്പബിൾ ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആയിഷക്ക് കഴിയും. അവളെ പൊക്കി പറയുകയോ അല്ലെങ്കിൽ അവളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയോ അല്ല. എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട, പേഴ്സണലി എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. കളിയിൽ കളിക്കൊന്നാവില്ല. അങ്ങനെ അഡ്വക്കേറ്റ് ആയിഷ ഉറപ്പ് വന്നിക്ക് ഇവിടെ ഗ്രൗണ്ട് റെഡിയാക്കി തരുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ആളെല്ലാവരും. കുറേ കാലത്തൊരു പ്രതീക്ഷ ഇവിടുത്തെ ഗ്രൗണ്ട്. ഇവിടെ എത്രയോ കുട്ടികൾ വളർന്നു വരുന്നില്ല. നാളെ ചില കാല സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. കൈവിടരുത്. അത് അവർക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ വലിയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.